ഷെങ്കൻ വിസ വഴി നമുക്ക് 29 രാജ്യങ്ങളിൽ നമുക്ക് പോകാൻ പറ്റും ഒരൊറ്റ വിസയിൽ. അതിൽ പോകേണ്ട രാജ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രിയ, ബെൽജിയം, ബൾഗേറിയ, ക്രൊയേഷ്യ, ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, എസ്റ്റോണിയ, ഫിൻലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഗ്രീസ്, ഹംഗറി, ഇറ്റലി, ലാറ്റ്വിയ, ലിസ്റ്റൻസ്റ്റൈൻ, ലുധിയാന, ലക്ഷംബർഗ്, മാൾട്ട, നെതർലാൻഡ്, നോർവേ, പോളണ്ട്, പോർച്ചുഗൽ, റൊമാനിയ, സ്ലോവാക്യ, സ്ലോവേനിയ, സ്പെയിൻ, സ്വീഡൻ ആൻഡ് സ്വിറ്റ്സർലാൻഡ്. നമ്മൾ ഏത് രാജ്യത്തേക്കാണ് വിസ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് ആ രാജ്യത്ത് വേണം നമ്മൾ ആദ്യം പോകാനുള്ളത്. ആ രാജ്യത്ത് പോയതിന് ശേഷം നമുക്ക് മറ്റു രാജ്യത്തേക്ക് പോകാൻ പറ്റും. അപ്പം ഏറ്റവും കൂടുതൽ ദിവസം നിൽക്കുന്ന രാജ്യവും നമ്മൾ ആദ്യമായിട്ട് വിസ അപ്ലൈ ചെയ്യുന്ന രാജ്യമാണ്. അത് കഴിഞ്ഞ് പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ എൻട്രി ആണ് നമുക്ക് വിസ തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ആണെങ്കിൽ ഫ്രാൻസിലേക്കാണ് വിസ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കിയത്. അപ്പോൾ അതാണ് ഏറ്റവും എളുപ്പമെന്ന് എനിക്ക് തോന്നി. ഞാനതുകൊണ്ട് ഫ്രാൻസിൻ്റെ ഒഫീഷ്യൽ വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ കയറി കഴിയുമ്പോൾ ഇത് കണക്കൊരു പേജാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിൽ ലോഗിൻ ടു ഫ്രാൻസ് വിസ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലോട്ട് പോയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ അതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും മൈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ ഈ പേജുകൾ ഇപ്പോൾ നമ്മൾ അയച്ചിട്ടുള്ള നമ്മുടെ ഡോക്യുമെൻ്റാണ്, എൻ്റെ ഡോക്യുമെൻ്റാണ് ഇത് കിടക്കുന്നതെന്ന് പറയുന്നത്. അതിൽ വിസ തന്നിട്ടുണ്ട്, അവർ എഴുതിയിട്ടുണ്ട് ഷോർട്ട് സ്റ്റേ ലെസ് ദാൻ 90 ഡേയ്സ് എന്ന് പറഞ്ഞ്. നമ്മൾ ആപ്ലിക്കേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് നമ്മളെ വിവരങ്ങൾ തന്നെയാണ്. പേര്, ഫസ്റ്റ് ആപ്ലിക്കൻ്റ്, അതായത് മെയിനായിട്ടുള്ള ആപ്ലിക്കൻറ്റിൻ്റെ പേര്, ഡീറ്റെയിൽസ്, പാസ്പോർട്ട് ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ സിമ്പിളായിട്ട് അറിയാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം അതിൽ കാണും. അതിൽ ഉള്ള അഡ്രസ്സ്, കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് എഴുതാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ ആരാണ് പോകുന്നതെന്നുള്ള അടുത്ത ആളിൻ്റെ ആപ്ലിക്കേഷൻ ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ആളുടെ, അങ്ങനെ 3 ആപ്ലിക്കേഷനായിട്ടാണ് ഇത് വരുന്നത്. ഓരോ ആപ്ലിക്കേഷൻ നമ്മൾ എടുക്കുമ്പോഴും ഓരോ ആളിൻ്റെ ഇത് കഴിയുമ്പോഴും അതിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ആ പ്രിൻ്റ് എടുത്തിട്ട് ആ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ആപ്ലിക്കേഷൻ കൊണ്ടാണ് നമ്മൾ പോകാനുള്ളത്. അപ്പോൾ ആപ്ലിക്കേഷൻ എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമുക്കൊരു റെസിപ്റ്റ് കിട്ടും. ആ റെസിപ്റ്റ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ റെസിപ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ആ ഒരു റെസിപ്റ്റിനകത്ത് ഒരു ബാർകോഡുണ്ട്. ആ ബാർകോഡാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോമും ഈ ബാർകോഡ് വരുന്ന ഈ റെസിപ്റ്റും കൂടെയാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എംബസിയിലേക്ക്, അല്ലെങ്കിൽ എംബസിയിൽ പോകാതെ നമ്മൾ ഏതെങ്കിലും ഏജൻസിയിലാണ് പോയി അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഇത് കൊണ്ടുപോകാനുള്ള സാധനം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. യു കെയിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് VFS ഉണ്ട്. അതുപോലെ തന്നെ TLS കോണ്ടാക്റ്റ് എന്ന് പറയുന്ന സൈറ്റുണ്ട്. ഞാനാണെങ്കിൽ TLS കോണ്ടാക്റ്റാണ് നോക്കിയത്. അവിടെ എപ്പോഴും തിരക്ക് കുറവായിരിക്കും, അവർക്ക് നല്ല സർവീസുമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഫീഡ്ബാക്കാണ് അവർ തന്നെ. അത് വായിച്ചിട്ടാണ് ഞാനവിടെ പോയത്. പക്ഷേ നല്ല സർവീസാണ്. അവിടെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ളത്, അപ്പോയിൻമെൻറ്റ് എടുക്കാനുള്ളത് ഡേറ്റിന്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അവരെ സൈറ്റ് കയറി ലോഗിൻ ചെയ്തിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ, ആദ്യം എടുത്ത ആപ്ലിക്കേഷൻ്റെ അതിനൊരു നമ്പറുണ്ട്. ആ നമ്പർ അവർ ചോദിക്കും. ആ നമ്പർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവൈലബിൾ ആയിട്ടുള്ളൊരു ഡേറ്റിന് നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റും. ഓരോ രാജ്യത്തിനും ഓരോ രീതിയാണ്. ചില രാജ്യത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടും, ചിലത് ലേറ്റായിട്ടേ കിട്ടും. എനിക്ക് ഒരാഴ്ചയ്ക്ക് ആകുമ്പോഴുള്ളൊരു ഡേറ്റ് ഈ പറയുന്ന ഫ്രാൻസിലേക്ക് ഈ TLS കോണ്ടാക്റ്റിൽ കയറിയപ്പോൾ കിട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ആണ് ഞാനതിൽ ഡേറ്റ് എടുക്കുന്നത്. ഈ ഡേറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഫീ അടയ്ക്കണം. ഫീ അടയ്ക്കുക എന്ന് പറയുന്നത് 34.66, അതായത് 3 പേർക്ക് കൂടെ നമ്മൾ അടച്ചത് 103.98 പൗണ്ടാണ്. ഇനി നമുക്ക് ആ അപ്പോയിൻമെൻറ്റ് ഡേറ്റിന് പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി വെക്കണം. അതാണ് അതിൽ ഡോക്യുമെൻറ്റ്, സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത്. ആ ഡോക്യുമെൻ്റ് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം, ഷെയർ കോഡ് കൊണ്ടുപോവുക. അതുപോലെ ഈ വിസ, ഇത് രണ്ടിൻ്റെയും നമ്മളെ കോപ്പി എടുത്തുകൊണ്ട് പോകണം. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫി ഫോട്ടോ കൊണ്ടുപോകണം. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 35 mm x 45, 35 mm അതുപോലെ തന്നെ 45 mm അതാണ് അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്രസ് പ്രൂഫ്. അതിന് ഞാൻ കൊടുത്തതെന്ന് പറയുന്നത്, ഞാനും വൈഫും ലൈസൻസാണ് കൊടുത്തത്. ലൈസൻസ് ഇല്ലാത്തവർക്ക് വേറെ വീട്ടിൽ വരുന്ന ഏതെങ്കിലും യൂട്ടിലിറ്റി ബില്ലിൻ്റെയൊക്കെ അഡ്രസ് കോപ്പി, അതിൻ്റെ എല്ലാം പ്രിൻ്റ് എടുത്ത് അതിൻ്റെ ഒറിജിനലായിട്ടുള്ള അത് നമ്മൾ വച്ചിരിക്കണം. അതുപോലെ തന്നെ സാലറി സ്ലിപ്പ്, 3 മാസത്തെ നമ്മൾ സാലറി സ്ലിപ്പ് വേണം.
സാലറി സ്ലിപ്പിനോടൊപ്പം തന്നെ നമ്മൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് ആ ജോലി ചെയ്യുന്ന എംപ്ലോയറെ ഒരു ലെറ്റർ വേണം. നിങ്ങൾ സ്വന്തമായിട്ടാണ് ജോലി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻറ്റിൻ്റെ ലെറ്ററും അതുപോലെ കമ്പനിയുടെ ഡീറ്റെയിൽസും കമ്പനിയുടെ അക്കൗണ്ടും ഒക്കെ നമ്മൾ കാണിക്കേണ്ടി വരും. സെൽഫായിട്ടല്ല കാണിക്കുക. ഞാനിപ്പോൾ സെൽഫായിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അതേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഞാൻ അത് സെൽഫ് ചെയ്യുന്നത് കാണിക്കാതെ നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന എംപ്ലോയർ ലെറ്റർ നമ്മൾ തന്നെ എടുത്തിട്ട് അതാണ് ഞാൻ കാണിച്ചത്. അതുകൊണ്ട് നമുക്ക് മറ്റ് കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ചെയ്യേണ്ട കാര്യമില്ല. ഒരു എംപ്ലോയർ ലെറ്റർ 3 മാസം സാലറി സ്ലിപ്പും മാത്രം മതിയായിരുന്നു. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെ നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്ക് കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റും ചോദിച്ചിരുന്നു. അത് രണ്ടിൻ്റെ ഒറിജിനൽ വേണം. അതുപോലെ തന്നെ സ്കൂളിൽ നിന്നും ഒരു ലെറ്റർ, ആ സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ലെറ്റർ അവർക്കറിയാം. ഈ നാട്ടിൽ ഈ ഹോളിഡേ പോകുന്ന ആൾക്കാർ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് ലെറ്റർ തരാൻ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലെറ്റർ തരും. ഈ പറയുന്ന കാര്യത്തിനാണ്, ഷെങ്കൻ വിസയ്ക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരും. മാത്രമല്ല ഞാൻ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു മോഡൽ ഞാനിങ്ങനെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ അത് മനസ്സിലാവും. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. പിന്നെ നമ്മൾ പോകുന്ന ഒരു ഡേറ്റ് തീരുമാനിക്കണം. ഡേറ്റ് തീരുമാനിക്കുക എന്ന് പറയുന്നത് ഒരു 20 വർക്കിംഗ് ഡേയ്സ് എങ്കിലും ഈ വിസയ്ക്ക് അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വർക്കിംഗ് ഡേയ്സ് കണക്കാക്കിയിട്ട് ഒരു 20-25 വർക്കിംഗ് ഡേ ഒക്കെ ഇട്ടിട്ട് നമുക്കൊരു ഡേറ്റ്, നമ്മൾ എന്നാണ് പോകുന്നതെന്ന് പറയുന്ന ഒരു ഡേറ്റ് നമുക്ക് അതിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഡേറ്റ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലൈറ്റും ബുക്ക് ചെയ്യണം, അതുപോലെ തന്നെ അക്കോമഡേഷനും ബുക്ക് ചെയ്യണം. ഇത് നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതിൽ ഒരു ചേഞ്ചോ ഒരു ചേഞ്ചൊക്കെ നമ്മളൊന്ന് അഡീഷണൽ ഒരു 15 പൗണ്ടോ അല്ലെങ്കിൽ 20 പൗണ്ടോ കൊടുത്തിട്ട് ഒരു ചേഞ്ച് അങ്ങ് ഇട്ടിരുന്നാൽ മതി. നമുക്ക് വിസ അതിന് മുമ്പ് കിട്ടുമെന്നുള്ളൊരു കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ദിവസം കൂടെ നമുക്ക് അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റും. ഞാനങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ വിസ കിട്ടിയതിന് ശേഷം ഞാൻ ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഞാൻ booking.com വഴിയാണ് അക്കോമഡേഷൻ ബുക്ക് ചെയ്തത്. അതും ഇതിൽ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. നമുക്ക് ഇതിൻ്റെ എല്ലാം കോപ്പി അതിൽ വിസ ആപ്ലിക്കേഷനിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതിനാവശ്യമുണ്ട്. അപ്പോൾ ഞാൻ booking.com വഴി എടുത്തിട്ട് അത് എടുക്കുമ്പോൾ നല്ലൊരു അക്കോമഡേഷൻ തന്നെ എടുത്തതിന് അങ്ങനെയുള്ള അക്കോമഡേഷൻ ആകുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഫ്രീ ക്യാൻസലേഷൻ കാണും. വിസ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ഞാനാണെങ്കിൽ ഒരു ഹോട്ടലാണ് എടുത്തത്. ഹോട്ടൽ എന്ന് പറയുന്നത് ഹോട്ടലിലെ അക്കോമഡേഷൻ എടുത്തു. 1200 പൗണ്ടൊക്കെ വെച്ചിട്ട് പൗണ്ടായിരുന്നു. അത് വെച്ച് എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം വിസ കിട്ടി കഴിഞ്ഞപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് ഞാനൊരു 450-500 പൗണ്ടിന് നമുക്കൊരു സ്റ്റുഡിയോ ഫ്ലാറ്റ് കിട്ടി. സ്റ്റുഡിയോ ഫ്ലാറ്റ് നമുക്ക് സ്വന്തമായിട്ട് തന്നെ വേവിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലാറ്റ്. ഇത് ഈ 500 പൗണ്ടിന് താഴെയായിട്ട് നമുക്ക് 500 യൂറോയ്ക്ക് താഴെയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള എടുത്താൽ മതി. അതുപോലെ ഫ്ലൈറ്റ് ആകുമ്പോൾ വിസ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഡേറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ കാണിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ഇൻഷുറൻസ് എടുക്കണം. ട്രാവൽ ഇൻഷുറൻസ് എടുക്കുമ്പോഴും നമ്മൾ ഒരു മാസത്തേക്കാണ് ട്രാവൽ ഇൻഷുറൻസ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിനൊക്കെ ട്രാവൽ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ 10-15 പൗണ്ടൊക്കെ ആവും. പക്ഷേ ഞാനാണെങ്കിൽ ഒരു വർഷത്തേക്കാണ് എടുത്തത്. നമുക്ക് മൾട്ടിപ്പിൾ എൻട്രി വിസയാണ് കിട്ടുന്നത്. നമ്മൾ 2 പ്രാവശ്യവും 3 പ്രാവശ്യമൊക്കെ നമുക്ക് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരു ട്രാവൽ ഇൻഷുറൻസ്, അത് മാത്രമല്ല ട്രാവൽ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് രാജ്യത്ത് പോകുമ്പോഴും നമുക്കത് പ്രൊട്ടക്റ്റാണ്. അതുകൊണ്ട് ഞാൻ എടുത്തതെന്ന് പറയുന്ന ഒരു വർഷത്തേക്കാണ്. 42 പൗണ്ടേ ആയുള്ളൂ. 42 പൗണ്ടിന് നമുക്കൊരു വർഷത്തേക്കുള്ള ട്രാവൽ ഇൻഷുറൻസ് എടുക്കാം. അത് പല കാര്യത്തിനായിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ആ ദിവസമാണ് നമ്മൾ പോകുന്നത്. ഇത് ഈ ഡോക്യുമെൻ്റ് എല്ലാം കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു ആപ്ലിക്കൻ്റ് ഉണ്ടെങ്കിൽ ആ ആപ്ലിക്കൻ്റ് കയറിയാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി 2 പേർക്കും വെളിയിരിക്കാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം അവർ ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിൽ അത് തിരുത്തുന്നതിന് ഒരു കാര്യമുണ്ട്. 15 പൗണ്ട് അവർ ചാർജ് ചെയ്യും. ഒരു ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തി കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്ക് ഒന്നുകൂടി അവർ തന്നെ പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എഴുതിയതിൽ ഫാമിലി വിസിറ്റ് എന്ന് എഴുതിയിരുന്നു. അപ്പോൾ അതിൽ മാത്രം ഒരു മിസ്റ്റേക്ക് വന്നിരുന്നു. അപ്പോൾ നമ്മൾ ടൂറിസം ആണ് എഴുതാനുള്ളത്. ഫാമിലി വിസിറ്റ് നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ ഫാമിലി വിസിറ്റ് എന്ന് എഴുതിയാണ്. അപ്പോൾ അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ മിസ്റ്റേക്കിന് അവർ 15 പൗണ്ട് ചാർജ് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. അപ്പോൾ ആപ്ലിക്കേഷൻ എല്ലാവരും നോക്കിയതിന് ശേഷം ബയോമെട്രിക് വരുന്ന സമയത്ത് മാത്രമാണ് ഫാമിലിയെ അകത്തേക്ക് വിളിക്കുന്നത്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ബയോമെട്രിക് ചെയ്യുന്നു. കൊച്ചിന് ബയോമെട്രിക് ഇല്ല, നമ്മൾ 2 പേരും മാത്രം ബയോമെട്രിക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡൾട്ടിനാണെങ്കിൽ 77.99 അവർ മേടിച്ചത്. അഡൾട്ടിനാണെങ്കിൽ മോക്ക് മേടിച്ചതെന്ന് പറഞ്ഞാൽ 38.99 അത് പൗണ്ടാണ്. അപ്പോൾ ഇതാണ് അവർ ഇത് മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബയോമെട്രിക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം നടക്കുന്നത് 9 ഏപ്രിലാണ്. 9 ഏപ്രിലിൽ
ഇത് സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മെസ്സേജ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന TLS കോൺടാക്റ്റ് എന്ന് പറയുന്ന അവർ ഈ ആപ്ലിക്കേഷൻ എല്ലാം മേടിച്ച് കഴിയുമ്പോൾ അവർ ചോദിക്കും പാസ്പോർട്ട് നിങ്ങൾക്ക് വീട്ടിൽ അയക്കണോ അതോ നിങ്ങൾ വന്ന് വാങ്ങിക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ വീട്ടിൽ അയക്കണമെന്നുണ്ടെങ്കിൽ 30 പൗണ്ട് അവർ ചാർജ് ചെയ്യും ഒരു പാസ്പോർട്ടിന്. അതെന്ന് പറഞ്ഞാൽ കടുത്ത കൈയാണ്. 30 പൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം നല്ലൊരു എമൗണ്ട് നമ്മൾ നല്ല കണക്കാക്കുമ്പോഴത്തേക്കാവും. അത്രയൊന്നും ഒരിക്കലും നമ്മൾ കൊടുക്കേണ്ടതില്ല. അപ്പോൾ 3 പേരെന്ന് പറയുമ്പോൾ 90 പൗണ്ട് ചാർജ് ചെയ്യും. അതിന് പകരം നമുക്ക് ഒരു 15 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സ്ഥലത്തുനിന്ന് അവിടെ പോയി അത് മേടിക്കാൻ പറ്റും. അപ്പോൾ വളരെ ദൂരെയൊക്കെയുള്ള ആൾക്കാർ മാത്രം ചിലപ്പോൾ അങ്ങനെ ചെയ്താലായി. പക്ഷെ ഞാനത് പോയി വാങ്ങിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ പൈസയിൽ നിന്ന് നമ്മൾ ഒഴിവായി. വീട്ടിൽ വന്ന് വരുമ്പോഴത്തേക്ക് അവർ മെസ്സേജ് വരും. ഈ പറയുന്ന ആപ്ലിക്കേഷൻ അവർ ഈ കൗൺസിലേറ്റിലേക്ക്, ഫ്രാൻസിൻ്റെ കൗൺസിലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെന്ന് പറയുന്ന ഒരു മെസ്സേജ് വരും. അത് കഴിഞ്ഞ് എനിക്ക് 23-ാം തീയതി ആണ് 23-ാം തീയതി അതിൽ ഈ പറയുന്ന ആപ്ലിക്കേഷൻ റെഡി ടു കളക്ട് എന്ന് പറഞ്ഞാണ് മെസ്സേജ് വരുന്നത്. ഈ പാസ്പോർട്ട് വന്നെന്നോ അല്ലെങ്കിൽ വിസ അടിച്ചെന്നോ ഒന്നും എഴുതൂല. ആപ്ലിക്കേഷൻ റെഡി ടു കളക്ട് എന്ന് പറഞ്ഞ് വന്നത് 23-ാം തീയതിയാണ്. അത് 9-ാം തീയതി ഏപ്രിൽ ഞാനിത് വിസയ്ക്ക് കൊടുക്കുന്നു. 23-ാം തീയതി ഇത് വന്നു. അതായത് വർക്കിംഗ് ഡേ കണക്കാക്കുകയാണെങ്കിൽ ഒരു 10 വർക്കിംഗ് ഡേക്കേ വരും. ശനി ഞായറും നമ്മൾ കണക്കാക്കാറില്ല വർക്കിംഗ് ഡേ ആയിട്ട്. അപ്പോൾ അതിലൊരു 10 വർക്കിംഗ് ഡേക്ക് അകത്ത് വെച്ച് വന്നിട്ടുള്ളൂ. നമ്മൾ നേരെ പോയി വാങ്ങിക്കുമ്പോൾ ഇതിൽ കൃത്യമായിട്ടും വിസ അടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പാസ്പോർട്ട് മേടിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ എല്ലാവരും പോകണമെന്നില്ല. നമുക്ക് ഒരാളെ പോകണമെന്നുണ്ടെങ്കിൽ കൺസെൻ്റ് ഉണ്ട്. കൺസെൻറ്റ് ഫോം മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ കൺസെൻറ്റ് ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരാൾ മാത്രം പോയാൽ മതി. ഒരാൾ പോയിട്ട് 3 പാസ്പോർട്ട് മേടിക്കാൻ പറ്റും. പക്ഷേ 3 പേരെയും ആ ആപ്ലിക്കേഷൻ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസിൽ അന്ന് അവർ തരുന്ന ആ ഫോം എല്ലാം തന്നെ അത് ഒരു ഫയലിൽ വെച്ചിട്ട് കൊണ്ടുപോകുക. ചോദിക്കുന്ന സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരാൾ മാത്രം പോയാൽ മതി. ഒരാളുടെ ട്രെയിൻ ഫെയറിൽ നമുക്ക് അല്ലെങ്കിൽ ബസ് ഫെയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ പറയുന്ന ഷെങ്കൻ വിസയ്ക്ക് വളരെ ഈസി ആയിട്ട് കിട്ടാനുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് പോയിരുന്നത് ഫ്രാൻസിലാണ്. അപ്പോൾ ഫ്രാൻസിലേക്ക് പോകുമ്പോഴുള്ള കാര്യങ്ങൾ, ആ പോകുന്ന സമയത്ത് അവർ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, അത് കഴിഞ്ഞാൽ അവിടെ പോയിട്ടുള്ള കാര്യങ്ങളും ഈ കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിലായിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും അത് ഒരുപാട് പേരൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ആവട്ടെ. അതിൽ എത്ര രൂപ ഇപ്പോഴ് ഈ പറയുന്ന വിസയുടെ പ്രോസസ്സിനൊക്കെ എത്ര രൂപയായെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ഇനി ആ പോകുന്ന സമയത്തുള്ള ട്രാവൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയാം. പക്ഷേ എല്ലാ ചിലവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ എക്സ്പെൻസും ഫ്ലൈറ്റിൻ്റെ ചിലവ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയൂ. പിന്നെ ബാക്കിയുള്ള ചിലവുകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടാക്സിയുടെ ആയാലും അതുപോലെ ഫുഡിൻ്റെ ആയാലും ഒക്കെ അവരൊരു തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. നല്ലൊരു ആവറേജ് കണക്ക് നമുക്കൊരു ആവറേജ് ചിലവാകുന്നൊരു പൈസ ഞാൻ പറയാം. അത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. ഞാൻ ഷാബു വർക്കല.